അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ബസ്സിനായിട്ട് ഇന്തോനേഷ്യ കളിക്കാൻ പോവാണ്. അപ്പോൾ കളിക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നേരെ വീട്ടിലോട്ട് പോകാം. വണ്ടിയിലോട്ട് കയറി ഇരുന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പറക്കാം. വണ്ടി കുറച്ച് ബാഡാണ് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ തട്ടി ഇങ്ങനെ ലോഗിൻ ചെയ്യാണ്ട് ഇത് റെഡി ആവില്ല. അതിനെന്തെങ്കിലും നിങ്ങളൊരു ഐഡിയ വന്നാൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇഷ്യൂ എന്തോ കാണിക്കുന്നുണ്ട്. തട്ടിക്കാണ്ട് മുട്ടാണ്ട് വേണം പോകാൻ. വണ്ടി ഇടിക്കരുത്. പക്ഷെ നമ്മൾ പോകുന്നത് 82, കാരണം മാക്സ് സ്പീഡ് അതല്ല, 150 പക്ഷെങ്കിൽ ഇതിൻ്റെ ഹെൽത്ത് കാരണം അത്രേ പോകാൻ പറ്റത്തുള്ളൂ. ഇതുപോലത്തെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഗെയിം പ്ലേസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക വേണമെന്ന്. അടുത്തത് ഏത് വണ്ടിയൊക്കെ ഇറക്കണം നിങ്ങൾ പറയാൻ കാർ വരെ ഇറക്കും. ഏത് ബസ്സും കാറും എന്താണെങ്കിലും ഏതാണ് ഇറക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഓക്കെ, അതേതാടാ വണ്ടി പോണേ? മിനി കൂപ്പറാണോ അല്ലേ? ഇത് ഓട്ടോറിക്ഷ അല്ലേ? നമ്മൾ എന്തായാലും കത്തിച്ച് വിടാം. കാബുറട്ടൻ സെമറാങ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇതൊരു ഓട്ടോക്കാറാണ്, ഇലക്ട്രിക് ഓട്ടോക്കാറാണ്. അതാണ് അതിനൊക്കെ നമ്മൾ വെട്ടിച്ചിട്ടുണ്ട്. ബ്രോ പഠിച്ച സ്ഥലങ്ങളിലോടാവാം. ചെറിയ വീഡിയോ ആയിരിക്കും ഗൈസ്. ഓക്കെ, ഓക്കെ ബാക്ക്. ഓക്കെ, അങ്ങനെ ലോഡൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ കത്തിച്ചിടാം. പെട്രോൾ ഉണ്ട്, പക്ഷേ വണ്ടിക്ക് ഹെൽത്ത് കുറവാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് കാണിച്ചാലേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് പോകും. അത് നല്ല വെറൈറ്റി ഫീച്ചറാണ് ഇന്തോനേഷ്യൻ്റെ. ദേശങ്ങളാണെങ്കിൽ ഇന്തോനേഷ്യ കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. റോബ്ലോക്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരും. കുറേ ദിവസമായി നമ്മൾ റോബ്ലോക്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്തായാലും വരും, ഇപ്പോൾ അടുത്ത് വരാൻ നോക്കാം. പിന്നെ ഈ ഇന്തോനേഷ്യയിൽ ഏത് കാറായിട്ടാണ് വേണ്ടതെന്ന് പറയാം അടുത്ത വീഡിയോയിൽ. മിക്കവാറും നമ്മൾ ബസ് സിമുലേറ്റർ കേരളേൻ്റെ അകത്ത് ടൂറിസ്റ്റ് ബസ്, പിന്നെ വേറൊരു ബസ്സുണ്ട്, അതിലേതാണ് എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചാൾക്കാരോട് പറഞ്ഞിട്ട് നമ്മൾ ആ ഗെയിമായിട്ട് വരുന്നതായിരിക്കും, ബസ് സിമുലേറ്റർ കേരള ആയിട്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ഇന്തോനേഷ്യ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും ഇന്തോനേഷ്യയിൽ ഏത് വണ്ടിയാണ് വേണ്ടതെന്ന്. ഓർക്കാരാ സൈഡ് താബായ് ഓർക്കാരനൊന്നും സൈഡ് തരില്ലെന്ന് തോന്നുന്നു. സൈഡ് എടുക്കേണ്ടി വരും. പുള്ളിക്കാരൻ്റെ നമ്മൾ സൈഡ് വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ ഇനി തട്ടാതെയും പോവാം. റൂൾസ് ഒന്നും പാലിച്ചില്ല. അപ്പം ഞാൻ എന്തിനാ റൂൾസ് വെറുതെ പാലിക്കുന്നു? ഞാൻ പാലിക്കുന്നൊന്നുമില്ല, എന്തിന്? ഇത് വൺ വേ ആണോ തോന്നില്ലേ? വൺ വേ ആണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് വേറെ വഴി ഇല്ലല്ലോ. ഇത് വൺ വേ അല്ലേ?
ഇതിലിങ്ങനെ അങ്ങോട്ട് വണ്ടി പോകണ്ട. അപ്പോൾ ഇത് 1 way ആണ്. ഇടിയും കാര്യങ്ങളൊക്കെ വെട്ടുന്നുണ്ട്. വണ്ടി കയറി പോട്ടെ. ഇപ്പോൾ ചായ കുടിക്കാൻ കയറാം. സൈഡാക്കിടാം. തട്ടിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.